രാജിയോ? പ്രിയപ്പെട്ട സുധി, ഈയൊരു ദിവസം മാത്രമേ ഇനി നമ്മുടെ കയ്യിലുള്ളൂ. നമ്മുടെ ബന്ധം വീട്ടിലറിഞ്ഞു. അച്ഛനും ചേട്ടനും എന്നെ ഇവിടെ നിന്ന് നാളെ കൊണ്ടുപോകും. നമ്മളെ ഒന്നിച്ച് ജീവിക്കാൻ അവർ സമ്മതിക്കില്ല, ഒരിക്കലും. ഇന്ന് വൈകിട്ട് അമ്പലത്തിന് പിന്നിലുള്ള പറമ്പിൽ നീ കാത്തു നിൽക്കണം. ഞാനും അവിടെ എത്താം. നമുക്ക് ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോകാം സുധി. ചേട്ടൻ. സുധി, സുധി, സുധി. വണ്ടി തിരിക്കടാ. ആ കാറിലെ പെൺകുട്ടി, എനിക്ക് അവളെ അറിയാടാ. ഒന്ന് പോടാ, ആ പ്രൊഫസർ അവിടെ വെയിറ്റിംഗ്. സർ, കോഗ്നിറ്റീവ് ഡിസൊണൻസ്. രണ്ട് കാര്യങ്ങൾ ഈക്വലി റൈറ്റ് ആണെന്ന് തോന്നുന്ന സൈക്കോളജിയിലെ ഒരു കണ്ടീഷൻ. തനിക്കിതറിയാമായിരിക്കല്ലോ. എന്താടോ തൻ്റെ ശ്രദ്ധ ഇവിടെ നല്ലല്ലോ? ഒന്നുമില്ല സാർ, ഈ തീസിൻ്റെ ടെൻഷൻ കാരണം. ഒന്നുമില്ല സാർ. എന്താ കാര്യമെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. വാട്ട് എവർ ഇറ്റ് മേ ബി. 2 ആഴ്ച കഴിഞ്ഞ് നടക്കുന്ന മെയിൻ കോൺഫറൻസിൽ നിൻ്റെ പെർഫോമൻസിനെ ഇത് ബാധിക്കരുത്. ഈ തീസീസ് ഒന്ന് അപ്രൂവ് ആയാൽ അതിൻ്റെ ഗുണം നിനക്ക് തന്നെയാണ്, അറിയാലോ. ഇപ്പം നീ പുറത്തൊക്കെ പോയി ഒന്ന് ഫ്രഷായി വാ, നമുക്കൊന്നിരിക്കാം. ഓക്കെ സാർ. ശ്യാം, സിദ്ധു നടന്നോ? ശ്യാം, സിദ്ധുനെന്താ പറ്റിയേ? അറിയില്ലേ സാർ, റൂമിൽ നിന്ന് ഇറങ്ങുന്ന ഒരു വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ ട്രാഫിക് സിഗ്നലിൽ വെച്ചൊരു പെൺകുട്ടിയെ കണ്ടുവെന്നോ, ആ പെൺകുട്ടി അവന് നല്ല പരിചയമുണ്ടെന്നാണ് പറഞ്ഞത്. ആ ആലോചനയാണെന്ന് തോന്നുന്നു. അവന് ഭയങ്കര ഡിസ്ട്രാക്ഷൻ കുറച്ച് നേരമായിട്ട്. അതൊന്നും ഒരു കാര്യമല്ല. അടുത്ത ആഴ്ച നടക്കാൻ പോകുന്ന റിസർച്ചും കോൺഫറൻസും അതിൽ മാത്രമായിരിക്കണം അവൻ്റെ ശ്രദ്ധ, അറിയാലോ. അതൊന്ന് അപ്രൂവ് ആയ അതിൻ്റെ ഗുണം എനിക്കും നിനക്കൊക്കെ. അതുകൊണ്ട് അവൻ്റെ കൂടെ നീ എപ്പോഴും ഉണ്ടാവണം. ശരി സാർ. സുധി, സുധി. ആ മുഖം എനിക്ക് അത്ര പരിചിതമാണ്. പക്ഷേ സാറേ, ഞാനത് എത്ര ഓർത്തെടുക്കാൻ ശ്രമിച്ചാലും അത് എന്നിൽ നിന്നങ്ങ് ഓടി മറിയുന്ന പോലെ. ഞാൻ എത്ര ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നോ അത്ര എന്നിൽ നകലുന്ന പോലെ. പിന്നെ ആ പേരും സുധി എന്നെ ആ വിളി, അതെന്നെ വല്ലാതെ ഹോണ്ട് ചെയ്യുന്നു, ഡിസ്റ്റർബ് ചെയ്യുന്നു. ആ മുഖം ഒരു വിളിപ്പാടകലെ അങ്ങ് മറിഞ്ഞു നിൽക്കുന്ന പോലെ. എനിക്ക് എന്താ പറ്റുന്നതെന്ന് മനസ്സിലാവുന്നില്ല സാർ. സാറിനെ സഹായിക്കണം. ഡോണ്ട് വെറി മാൻ, നീ നാളെ വാ, ഇതിനൊരു ഉത്തരം ഞാൻ കണ്ടുപിടിച്ച് തരാം. ട്രാൻസ്ഫറൻസ് താൻ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? നമ്മളറിയാതെ തന്നെ നമ്മുടെ ഉള്ളിലെ ചില ഫീലിങ്സ് നമ്മുടെ മനസ്സിലേക്ക് എക്സേർട്ട് ചെയ്യുന്നതാണ് ട്രാൻസ്ഫറൻസ്. യു നോ ദാറ്റ്? യു മീൻ ലൈക്ക് ഡെജാവു? യെസ്, ഡെജാവു ഈസ് എ കൈൻഡ് ഓഫ് ട്രാൻസ്ഫറൻസ്. നമ്മൾ എത്തിപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ചില സ്ഥലങ്ങൾ അല്ലെങ്കിൽ ചില വ്യക്തികൾ ഇതിനു മുൻപ് എവിടെയോ കണ്ടതായൊരു ഫീലിംഗ്. ഇതിനെയാണ് എഡ്വേർഡ് ടിച്ച്നർ ഡേജാവു എന്ന് വിളിച്ചത്. ഇതൊക്കെ സൈക്കോളജിയിൽ PhD എടുക്കുന്ന സിദ്ധുവിന് അറിയാവുന്ന കാര്യമാണല്ലോ. എന്നാൽ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ ഇല്ലോജിക്കൽ എന്ന് പറഞ്ഞ് പരിഹസിച്ചേക്കാം. പാരാസൈക്കോളജിയിൽ ഇതിന് പല റെഫറൻസസും ഉണ്ട്. സിദ്ധു, നമുക്കൊക്കെ ഒരു പുനർജന്മം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഒരു പൂർവ്വജന്മം ഉണ്ടാവും. ഈ പൂർവ്വജന്മത്തിൽ നമ്മൾ കണ്ട മുഖങ്ങളും ചില സ്ഥലങ്ങളോ ഒരു രേഖാചിത്രമായി നമ്മുടെ മനസ്സിലുണ്ടാവും. ഈ രേഖാചിത്രത്തോട് സാമ്യമുള്ള എന്തെങ്കിലും ഒന്ന് ഈ ജന്മത്തിൽ നമ്മൾ കണ്ടാൽ സ്വാഭാവികമായി അതിനോടൊരു അടുപ്പം നമുക്കുണ്ടാവും. Sometimes it may be like crush or infatuation or something, some feeling which cannot be explained. ഇതിനൊക്കെ ഇങ്ങനൊരു എക്സ്പ്ലനേഷൻ കൂടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ തന്നെ ഹോണ്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ ആ പേര്, അതൊക്കെ തനിക്ക് വെറുതെ തോന്നതാ. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് തലവയ്ക്കാതെ
വരുന്ന പ്രസൻറ്റേഷനെ കുറിച്ച് മാത്രം ആലോചിക്കുക. തീസീസ് ഒന്ന് അപ്രൂവ് ആയാൽ അതിൻ്റെ ഗുണം തനിക്ക് മാത്രമാണ്. സോറി സാർ, ഞാൻ വെറുതെ അതും ഇതുമൊക്കെ ആലോചിച്ച് സമയം വേസ്റ്റാക്കി. ഓക്കെ സാർ. രണ്ട് ദിവസമായി ഞാൻ ആകെ ഡിപ്രസ്ഡാണ്. എനിക്കൊന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. I don't know what's happening to me. എക്സ്ക്യൂസ് മീ സാർ. സാർ ബൈക്കിന് കീ മറന്നു വെച്ചു. താങ്ക് യു സാർ. ആ മുഖം എനിക്ക് പരിചിതമാണ്, പക്ഷേ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല.